പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾക്കുള്ള ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ, ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. ഇനി ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം നമ്മുടെ ചാനലിൽ LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022 പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്. എത്രാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്? 70ാമത്. ഇങ്ങനെ ചോദ്യം വന്നാൽ അതും എഴുതണം, തിരിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്? എത്രാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്? അല്ലെങ്കിൽ എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? അങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ അതൊക്കെ ഓർത്ത് വെക്കണം മക്കളെ. ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ പൊന്മാൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ തത്തയുടെ പേരെന്താണ്? ശുചിത്വ മിഷൻ്റെ കാക്കയുടെ പേരെന്താണ്? അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടന് ഋഷഭ് ഷെട്ടി. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് 2 പേർക്കാണ്, നിത്യ മേനോനും മാനസി പരേഖിനും. നിത്യ മേനോന് തമിഴ് ചിത്രമായ തിരുച്ചിട്രമ്പലം എന്ന സിനിമക്കാണ്, മാനസി പരേഖിന് കച്ച് എക്സ്പ്രസ് എന്ന സിനിമക്കും. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആട്ടം എന്ന സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ ആനന്ദ് ഏകർഷി. ദേശീയ പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രം കാന്താര. മികച്ച സഹനടൻ പവൻരാജ് മൽഹോത്ര. ഫൗജി എന്ന സിനിമക്ക് സഹനടി നീന ഗുപ്ത. സിനിമ ഊഞ്ചായി. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായകൻ അവാർഡ് ലഭിച്ചത് അർജിത് സിംഗ്. സിനിമ ബ്രഹ്മാസ്ത്ര. മികച്ച ഗായിക ബോംബെ ജയശ്രീ. സിനിമ സൗദി വെള്ളക്ക. മികച്ച സംഗീത സംവിധായകൻ പ്രീതം, ബ്രഹ്മാസ്ത്ര എന്ന സിനിമ. മികച്ച പാശ്ചാത്തല സംഗീതം AR റഹ്മാൻ. സിനിമ പൊന്നിയിൽ സെൽവൻ 1. മികച്ച സംഘട്ടനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അൻബറിയു. സിനിമ KGF 2. മികച്ച തിരക്കഥാകൃത്ത് ആരാണ്? ആനന്ദ് ഏകർഷി. സിനിമ ആട്ടം. ആട്ടം മലയാള സിനിമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദേശീയ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആട്ടം എന്ന സിനിമയാണ്. മികച്ച മലയാള ചിത്രം സൗദി വെള്ളക്ക. മികച്ച ബാലതാരം അവാർഡ് ലഭിച്ചത് ശ്രീപദിന്. മാളികപ്പുറം എന്ന സിനിമയിൽ, ഇത് മലയാള സിനിമയാണ്. മക്കളെ, ദേശീയ പുരസ്കാരമായതുകൊണ്ട് ചില പേരുകളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വേണ്ടത്, അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമുള്ളൂ ഞാൻ തിരഞ്ഞെടുത്തിട്ട്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക, എക്സാമിന് വേണ്ടി ഒരുങ്ങുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. Please like and subscribe.